ഇസ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സൂപ്പർ മൂവി എന്ന് തന്നെ പറയാം. ഒരു ഫാമിലി മൂവി, ഓണത്തിന് വേണ്ടി റെഡിയാക്കിയ പക്ക ഒരു ഫാമിലി മൂവിയാണ്. നിവിൻ പോളി അഭിനയിക്കുന്നത് മമിത ബൈജുവിൻ്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന മൂവി. നല്ലൊരു കിട്ടിലൊരു പടം. ഡയറക്ടർ ഗിരീഷ് ഷെഡിയാണ്, നമുക്ക് പറയണ്ടല്ലോ. പുള്ളിയുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ തന്നെ പ്രേമലു, അതിൻ്റെയൊക്കെ ഒരു തീം ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു റൊമാൻറ്റിക് കോമഡി മൂവി. നമുക്ക് റോം കോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റൊമാൻറ്റിക് കോമഡി മൂവി, നല്ലൊരു പടം, നല്ല ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത്. നിവിൻ പോളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി എന്ന് പറഞ്ഞാൽ അന്യായ കോമഡിയാണ്. പുള്ളിയുടെ ഗിരീഷ് ഷെഡിയുടെ മൂവീസിലല്ലെങ്കിലും നല്ല ലെവലിൽ കോമഡീസ് ഉണ്ട്. സോ ഈ ഒരു മൂവിയിലും അത്ര നല്ല ഭംഗിയായിട്ട് അവർ പ്ലേസ് ചെയ്തിരിക്കും. നല്ലൊരു ഡയറക്ഷൻ ഉള്ളതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് അവർക്ക് ആ ഒരു കോമഡീസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. സോ നല്ലൊരു കിടിലൻ മൂവി. സോ മൂവി എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഒരു ഫാമിലി മൂവിയാണ്. അപ്പം കുറച്ച് ഫാമിലി കാണിക്കുന്നതും അവരിൽ രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാവുന്നതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ തീം. ഞാൻ പറഞ്ഞില്ല, റൊമാൻറ്റിക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിനെ കണക്ട് ചെയ്തും കുറേ ചുറ്റിപ്പറ്റി കുറേ കോമഡി സംഭവങ്ങളെല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പം ഈ ഒരു റൊമാൻറ്റിക് കോമഡി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് കുറച്ചുകൂടെ ഒരു പറയാം, പ്രേമത്തിലൊക്കെ വരുമ്പം റൊമാൻറ്റിക് എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ കുറച്ച് ടോക്സിക് സംഭവങ്ങളൊക്കെ വരുന്നു. അതൊക്കെ അവസാനം അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്ത് ക്ലൈമാക്സ് വരുന്നു. സോ നല്ലൊരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയ ഒരു മൂവിയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്, നിവിൻ പോളിയുടെ. സോ മൂവി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫാമിലി മൂവിയാണെന്ന് തന്നെ നമുക്കത് പറയാം. ധൈര്യമായിട്ട് ഫാമിലി പിള്ളേരെയും കൊണ്ടുപോയിരുന്ന് കാണാൻ പറ്റും. ഒരു വൾഗറോ ഒരു ചീത്ത വാക്കുകളോ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത നല്ലൊരു ക്ലീൻ പടം. നിങ്ങൾ ധൈര്യമായിട്ട് പോയി തിയേറ്ററിൽ പോയി കാണാനേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഔട്ട് ഓഫ് ഈ മൂവിക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് ഏകദേശം 4.7 ഞാൻ കൊടുക്കും. നല്ലൊരു മൂവി, കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവി. മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയെന്ന് പറയാം. നിവിൻ പോളി ആക്ടർ, പുള്ളി കിട്ടില്ല, രക്ഷയില്ല. ഓണം പുള്ളി തൂക്കി. ഈ പടം ഓണം തൂക്കിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതിന് നല്ല അത്യാവശ്യം കളക്ഷൻസ് കിട്ടും, ഫാമിലി കളക്ഷൻസ് കിട്ടും. ഫാമിലി എന്തായാലും എല്ലാവരും പോയി കാണുന്നൊരു ഓണം മൂവി ആയിരിക്കും ഈ ഒരു ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന മൂവി. പിന്നെ ആക്ട്രസ് മമിത ബൈജു, പുള്ളിക്കാരി നല്ല കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയ് ഫോർട്ട്, സൃന്ദ, സുരേഷ് കൃഷ്ണ, പുള്ളിയൊക്കെ വൻ കോമഡിയായി ഈ പടത്തിൽ. പിന്നെ ബിന്ദു പണിക്കറുണ്ട്, ഷ്യാം മോഹൻ ഉണ്ട്, പിന്നെ മീനാക്ഷി രവീന്ദ്രൻ. ഈ ഒരു മൂവിയുടെ കാസ്റ്റിംഗ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രേമലൂല ഒരു 90% കാസ്റ്റിങ്ങും ഈ ഒരു മൂവിയിലുണ്ട്. നസ്ലിൻ ഒഴിച്ച് ബാക്കി ഒരു 90% ആൾക്കാരും ഈ മൂവിയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.